Hi everyone, welcome back to Socio Plus. എട്ടാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലെ 12ാമത്തെ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിലെ 2 ക്ലാസ്സുകൾ ഓൾറെഡി കഴിഞ്ഞു. ഇത് 3ാമത്തെ ക്ലാസ്സാണ് നമ്മളിവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത് ടെക്സ്റ്റ് ബുക്കിൽ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റും. വാട്ടർ ടേബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. വാട്ടർ ടേബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഈ ഒരു ഹെഡിങ് ആണ്, മൾട്ടിറ്റ്യൂഡ് ഓഫ് വെൽസ്. മൾട്ടിറ്റ്യൂഡ് ഓഫ് വെൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പലതരത്തിലുള്ള കിണറുകൾ എന്നാണ്. അതായത് പല വിധത്തിലുള്ള പലതരത്തിലുള്ള കിണറുകൾ, അങ്ങനെയുള്ള കുറച്ച് കിണറുകൾ നമ്മളിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കിണറിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു കിണറിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം എന്താ ഇവിടെ പറയുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ലുക്ക് അറ്റ് ദി ഫോളോവിങ് പിക്ചർ. താഴെയുള്ള ചിത്രം നോക്കാൻ വേണ്ടി പറയുന്നു. വെൽസ് ആർ കോമൺ ഇൻ അവർ ലൊക്കാലിറ്റി. അതായത് നമ്മുടെയൊക്കെ നാട്ടിൽ കിണറുകൾ എന്താണ് സാധാരണയാണ് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കിണറുകൾ നമ്മുടെ വീട്ടിലും അടുത്ത വീടുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. മിക്കവാറും എല്ലാ വീടുകളിലും കിണറുകൾ ഉണ്ടാവും. ദി അപ്പർ ലെവൽ ഓഫ് ദി വാട്ടർ ടേബിൾ ഫോംസ് ദി വാട്ടർ ലെവൽ ഇൻ ദി വെൽ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കൺസെപ്റ്റ് ഇവിടേക്ക് വരികയാണ്. വാട്ടർ ടേബിൾ എന്ന് പറയുന്ന ജലപീഠം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലേ? അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ദി അപ്പർ ലെവൽ ഓഫ് ദി വാട്ടർ ടേബിൾ ഫോംസ് ദി വാട്ടർ ലെവൽ ഇൻ ദി വെൽ. അതായത് പിന്നെ വാട്ടർ ടേബിളിൻ്റെ ഈ ജലപീഠത്തിൻ്റെ ആ ഒരു അപ്പർ ലെവലാണ്, ആ ഒരു മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മളിപ്പോൾ മണ്ണിൽ കുഴിയെടുത്ത് താഴോട്ട് പോവുകയാണെങ്കിൽ വെള്ളം എവിടെ നമ്മൾ എത്രത്തോളം കുഴിച്ചു പോകുമ്പോഴാണോ നമ്മൾ വെള്ളം കാണുന്നത്, ആ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ആ ഒരു ടോപ്പ് ലെവലാണ് ഇത് നമ്മൾ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. സോ ദി അപ്പർ ലെവൽ ഓഫ് ദി വാട്ടർ ടേബിൾ ഫോംസ് ദി വാട്ടർ ലെവൽ ഇൻ ദി വെൽ. ഓക്കെ, ഈ ഒരു പിന്നെ വാട്ടർ ടേബിളിൻ്റെ ജലപീഠത്തിൻ്റെ ആ ഒരു അപ്പർ ലെവലാണ്, ആ ഒരു മുകൾ പരപ്പാണ് കിണറ്റിലുള്ള ജലനിരപ്പ് എന്ന് പറയുന്നത്, കിണറ്റിൻ്റെ ജലനിരപ്പ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിഗ് വെൽസ് വേർ ദി വാട്ടർ ടേബിൾ ഈസ് ഡീപ്പ്. നമുക്കറിയുന്ന കാര്യമാണ്, ഈ വാട്ടർ ടേബിള് വളരെ താഴോട്ടുള്ള പ്രദേശങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കിണർ കുഴിക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. കിണർ കുഴിക്കുന്നത് എളുപ്പമല്ല എന്നല്ല, കിണർ കുഴിച്ച് വെള്ളം കാണുന്നത് എന്തായിരിക്കില്ല, അത്ര എളുപ്പമായിരിക്കില്ല. ഓക്കെ, അപ്പോൾ വാട്ടർ ടേബിൾ വളരെ താഴോട്ടുള്ള സ്ഥലമാണെങ്കിൽ ഓക്കെ, നമ്മൾ ഒരുപാട് എന്ത് ചെയ്യേണ്ടി വരും, കുഴിക്കേണ്ടി വരും വെള്ളം കാണാൻ വേണ്ടി. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിഗ് വെൽസ് വേർ ദി വാട്ടർ ടേബിൾ ഈസ് ഡീപ്പ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നമുക്ക് പരിചയമുണ്ട്. ട്യൂബ് വെൽസ് ആർ ഐഡിയൽ ഇൻ സച്ച് സിറ്റുവേഷൻസ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതായത് വാട്ടർ ടേബിൾ വളരെ താഴോട്ടാണ് എങ്കിൽ നമ്മൾ ഒരുപാട് കിണർ കുഴിച്ച് ഒരുപാട് ആഴത്തിൽ നമ്മൾ കിണർ കുഴിച്ചാലും വെള്ളം കാണില്ല എന്ന് സംശയമുള്ള പ്രദേശമാണെങ്കിൽ അവിടേക്ക് ഏതാണ് അഭികാമ്യം? ട്യൂബ് വെൽസ് ആർ ഐഡിയൽ ഇൻ സച്ച് സിറ്റുവേഷൻ. ഈ ട്യൂബ് വെൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ അർത്ഥം. ട്യൂബ് വെൽസ് എന്ന് പറഞ്ഞാൽ കുഴൽ കിണർ എന്നാണ് അർത്ഥം. അപ്പോൾ ട്യൂബ് വെൽസ് ആർ ഐഡിയൽ ഇൻ സച്ച് സിറ്റുവേഷൻ. വാട്ടർ ടേബിൾ വളരെ താഴെയാണെങ്കിൽ, വളരെ ഡീപ്പിലാണെങ്കിൽ അവിടേക്ക് കൂടുതൽ ഐഡിയൽ നമ്മൾ സാധാരണ കിണറല്ല, ട്യൂബ് വെല്ലാണ് അവിടേക്ക് സ്യൂട്ട് ആവുക. ട്യൂബ് വെൽസ് ആർ ഡഗ് ഓൺ റോക്സ് വിത്ത് ഹെൽപ്പ് ഓഫ് മെഷീൻസ്. നമുക്കറിയാം, നമ്മൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവാം ഈ ട്യൂബ് വെൽസ് എങ്ങനെയാണ് കുഴിക്കുന്നത്. അവിടെ മാനുവൽ ലേബർ അല്ല, മെഷീനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ സാധാരണ കിണർ കുഴിക്കുമ്പോൾ മനുഷ്യന്മാരാണ് അവിടെ ജോലി ചെയ്യുന്നത് എങ്കിൽ ട്യൂബ് വെൽസ് കുഴിക്കുന്ന സമയത്ത് അവിടെ എന്താണ്, അവിടെ പിന്നെ മെഷീൻസിൻ്റെ സഹായത്തോടു കൂടിയാണ്, വലിയ കല്ലും പാറയൊക്കെ പൊട്ടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുഴൽ കിണറുകൾ കുഴിക്കുന്നത്. ട്യൂബ് വെൽസ് ആർ ഡഗ് ഓൺ റോക്സ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് മെഷീൻസ്. ഓക്കെ, അതായത് വലിയ പാറകളൊക്കെ തുരന്ന് യന്ത്രത്തിൻ്റെ സഹായത്തോടെ പാറകളൊക്കെ അല്ലെങ്കിൽ കല്ലുകളൊക്കെ തുരന്നാണ് നമ്മൾ കുഴൽ കിണർ കുഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് വെൽസ് ആണ്, പലതരത്തിലുള്ള പല വിധത്തിലുള്ള കിണറുകളാണ്. അപ്പോൾ അതിൽ ട്യൂബ് വെൽസ് നമ്മളിപ്പോൾ നോക്കി, സാധാരണ വെല്ല് നമ്മൾ പറഞ്ഞു, 2 നമുക്ക് പരിചയമുള്ളതാണ്. എന്നാൽ ഇത് 2 അല്ലാത്ത 1-2 പുതിയ പേരുകൾ ഇവിടെ പരിചയപ്പെടാണ്. ഏറ്റവും ആദ്യം ഫിൽറ്റർ പോയിന്റ് വെൽസ് ആണ്. ഫിൽറ്റർ പോയിന്റ് വെൽസ്, മലയാളത്തിൽ നമ്മൾ അതിന് അരിപ്പക്കിണർ എന്നാണ് പറയുക. അരിപ്പക്കിണറുകൾ എന്നാണ് പറയുക. ആകെ ഒരൊറ്റ സെന്റൻസ് മാത്രമേ നമുക്ക് ഓർക്കാനുള്ളൂ, അതുകൊണ്ട് തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. എന്താ ഫിൽറ്റർ പോയിന്റ് വെൽസ് എന്ന് പറയുന്നത്?
ദി ടേം ഫിൽറ്റർ പോയിന്റ് വെൽസ് ആർ യൂസ്ഡ്. അതായത് ഇങ്ങനെയുള്ള കിണറുകൾ, അരിപ്പ കിണറുകൾ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. സച്ച് വെൽസ് ആർ യൂസ്ഡ് ഫോർ ദി ഷാലോ ട്യൂബ് വെൽസ് ഡഗ് ഇൻ സാൻഡി റീജിയൻസ്. അതായത് സാൻഡി റീജിയൻ എന്ന് പറയുമ്പോൾ എന്താ, മണൽ നിറഞ്ഞ പ്രദേശം. അപ്പം മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന വളരെ ആഴം കുറഞ്ഞിട്ടുള്ള കുഴൽ കിണറുകളാണ് യഥാർത്ഥത്തിൽ എന്ത്, ഈ അരിപ്പ കിണറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫിൽറ്റർ പോയിന്റ് വെൽസ് എന്ന് പറയുന്നതും എന്താണ്, എ കൈൻഡ് ഓഫ് ട്യൂബ് വെൽ. അതൊരു തരത്തിലുള്ള കുഴൽ കിണർ തന്നെയാണ്. പക്ഷെ അതിൻ്റെ പ്രത്യേകത അതിന് ആഴം കുറവായിരിക്കും. അതേപോലെ എവിടെയാണ് അത് സാധാരണ കുഴിക്കാറുള്ളത്, ഡഗ് ഇൻ സാൻഡി റീജിയൻസ്, മണൽ നിറഞ്ഞ പ്രദേശങ്ങളിലാണ് സാധാരണഗതിയിൽ അത് കുഴിക്കാറുള്ളത്. അപ്പം മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ കുഴിക്കുന്ന ആഴം കുറഞ്ഞ ട്യൂബ് വെൽസ് ആണ് ഇത്, ഫിൽറ്റർ പോയിന്റ് വെൽസ്. ഓക്കെ, അത്രയും അവിടെ ഓർക്കാനുള്ളൂ. ഇനി മറ്റൊന്ന് ആർട്ടീഷ്യൻ വെൽസ് ആണ്. ഓക്കെ, ആർട്ടീഷ്യൻ വെൽസ്, ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് പറയുന്ന സംഭവം എന്താ നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, let there be a permeable rock layer in between two impermeable rock layers. Water will rise to the surface automatically due to pressure if we dig to this permeable rock layer. നോക്കാം, ഇവിടെ കുറച്ച് ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിന്റെ സഹായത്തോടെ പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഒന്നുകൂടി ആദ്യം മുതൽ ശ്രദ്ധിക്കാം. നമ്മുടെ ഹെഡിങ് എന്താണ്, ആർട്ടീഷ്യൻ വെൽസ് ആണ്, ആർട്ടീഷ്യൻ കിണറുകളാണ്. അപ്പൊ എന്താണ് ആർട്ടീഷ്യൻ കിണറുകൾ? ലെറ്റ് there be a permeable rock layer in between two impermeable rock layers. നമ്മൾ ഈ പൊറോസിറ്റി, പെർമിയബിലിറ്റി ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്, വീണ്ടും ഇവിടെ പറയുന്നില്ല. അപ്പൊ ഏതായാലും ഇവിടെ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ എന്താ ഇവിടെ പറയുന്നത്, പിന്നെ ഈ ഒരു ചിത്രത്തിന്റെ പ്രത്യേകത എന്താ, ഈ ഒരു ചിത്രത്തിൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഈ ഒരു മുകൾ ഭാഗത്തുള്ള റോക്ക് എന്ന് പറയുന്നത് ദാ ഇവിടെ കാണാം, ഒന്നും കൂടി സ്ക്രീനിലേക്ക് കാണാം. ദാ ഇംപെർമിയബിൾ ആണ്, ഇംപെർമിയബിൾ റോക്കാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, മുകൾ ഭാഗത്തും അതേപോലെ താഴെ ഭാഗത്തും ഏതാണ്, ഇംപെർമിയബിൾ റോക്കാണ്. ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്യാം, ഓക്കെ, ഞാനൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം, അപ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതാ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, അത് ഇംപെർമിയബിൾ റോക്കാണ്. അതേപോലെ തന്നെ ഇവിടെയും കാണാം, ഇത് രണ്ടും മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമുള്ള ഈ രണ്ട് ലെയറും എന്താണ്, ഇവിടെ കാണാമല്ലോ നിങ്ങൾക്ക്, ഇംപെർമിയബിൾ റോക്കാണ്. എന്താണ് ഇംപെർമിയബിൾ റോക്ക്? പ്രവേശനീയതയില്ലാത്ത കല്ല്, ശില എന്നർത്ഥം. അതായത് അതിലൂടെ എന്ത് ചെയ്യുന്നില്ല, വെള്ളം കടത്തി വിടുന്നില്ല. അവിടെ പൊറോസിറ്റി ഉണ്ടാവാം, പക്ഷെ ഈ കല്ലിലുള്ള ഹോൾസ് തമ്മിൽ, ചെറിയ ചെറിയ പോൾസ് തമ്മിൽ എന്തില്ല, ഇന്റർ കണക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതിലൂടെ വെള്ളം പാസ് ചെയ്ത് പോകൂല. അങ്ങനെയുള്ള കല്ലുകളാണല്ലോ ഇംപെർമിയബിൾ റോക്ക്. ഇംപെർമിയബിലിറ്റി നമ്മൾ നേരത്തെ പഠിച്ച കാര്യമായതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെ മുകളിലും താഴെ എന്താണ്, രണ്ട് ലെയറായിട്ട് ഇംപെർമിയബിൾ റോക്ക് ഉണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിലുള്ള ഈ ഭാഗം, ഇത്രയും ഭാഗം, ഓക്കെ, ഇത്രയും ഭാഗം എന്താണ്, ആ ഒരു നീല നിറത്തിൽ കാണുന്ന ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ശരിക്കും എന്താ, അത് പെർമിയബിൾ റോക്കാ. അതെവിടെ കാണാം, അത് പെർമിയബിൾ റോക്കാണ്. അതായത് പ്രവേശനീയതയുള്ള ശിലയാണ്. അപ്പൊ അവിടെ ധാരാളം എന്തുണ്ട്, വെള്ളമുണ്ട്. ഓക്കെ, ആ ഭാഗത്ത് ധാരാളം വെള്ളമുണ്ട്. എന്നാൽ ആ വെള്ളം എങ്ങോട്ട് വരുന്നില്ല, ആ വെള്ളം മുകളിലോട്ട് വരുന്നില്ല. കാരണം എന്താ, മുകളിലുള്ള ഈ ഒരു ലെയർ എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താ, ഈ ഒരു കല്ല് മുഴുവനായിട്ട്, ഈ ഒരു ലെയർ മുഴുവനായിട്ട് എന്താണത്, ഇംപെർമിയബിൾ റോക്ക് ലെയർ ആണ്. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യുന്നില്ല, ഈ താഴ്ഭാഗത്തുള്ള ഉള്ളിലുള്ള വെള്ളം പുറത്തേക്ക് എത്തുന്നില്ല. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കുഴിക്കുന്ന ഒരു കിണറാണ് ഇത് ആർട്ടീഷ്യൻ വെൽ എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെയാ വർക്കൗട്ട് ആവുക, അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ക്ലിയർ ചെയ്യാണ്, വരച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഈ ഒരു ടെക്സ്റ്റിലേക്ക് തന്നെ പോവാം. ഓക്കെ, so let there be a permeable rock layer in between two impermeable rock layers. Okay, അപ്പോൾ രണ്ട് impermeable rock layersന്റെ ഇടയിലായിട്ട് എന്തുണ്ട്, ഒരു permeable rock layer ഉണ്ട്. അവിടെ ധാരാളം വെള്ളമുണ്ട്. അപ്പോൾ അവിടെ water will rise to the surface automatically
ശ്രദ്ധിക്കുക, വാട്ടർ വിൽ റൈസ് ടു ദി സർഫസ് ഓട്ടോമാറ്റിക്കലി ഡ്യൂ ടു പ്രഷർ ഇഫ് വി ഡിഗ് ടു ദിസ് പെർമിയബിൾ റോക്ക് ലെയർ. അപ്പൊ അവിടെ എന്താ പറയുന്നത്? അപ്പൊ ഇവിടെ നമ്മൾ ഈ മുകളിലുള്ള ഈ ഒരു പച്ച നിറത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ മുകളിലുള്ള ലെയർ ഉണ്ടല്ലോ, അതെന്താണ്? അത് ഇംപെർമിയബിൾ റോക്ക് ലെയർ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ നമ്മൾ ഒരു സുഷിരം, ഒരു ഹോള് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. എവിടേക്ക്? അവിടെ നമ്മൾ ഒരു ഡ്രിൽ ചെയ്തിട്ടോ മറ്റോ അവിടെ നമ്മൾ പിന്നെ ഒരു ഹോൾ ഉണ്ടാക്കി ഒരു കുഴി കുഴിച്ച് നമ്മൾ എവിടേക്ക് കണക്ഷൻ, ഒരു കുഴി കുഴിക്കുകയാണ്. ഈ സെൻട്രൽ ഭാഗത്തുള്ള പെർമിയബിൾ റോക്ക് ലെയറിലേക്ക് നമ്മൾ ഒരു കുഴി കുഴിച്ചാൽ അവിടെ എന്ത് സംഭവിക്കുന്ന പറയുന്നത്? അവിടെ ഈ പ്രഷർ കാരണം ആ പെർമിയബിൾ റോക്ക് ലെയറിലുള്ള വെള്ളം, ഓക്കെ, ഈ പെർമിയബിൾ റോക്ക് ലെയറിലുള്ള വെള്ളം പ്രഷർ കാരണം എന്തായിരുന്നു? നേരെ മുകളിലേക്ക് എത്തി നമ്മുടെ സർഫസിലേക്ക്, നമ്മുടെ പുറത്തേക്ക് വെള്ളം എത്തുമെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു കുഴി കുഴിക്കുകയാണെങ്കിൽ പ്രഷർ കാരണം ആ ഉള്ളിലുള്ള വെള്ളം എവിടേക്ക് എത്തുകയാണ്? മുകളിലേക്ക് എത്തും. അപ്പൊ ആ പറയുന്ന ഒരു ഇംപെർമിയബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ പോവുകയാണ്. ഒരു ഹോള് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ കുഴിക്കുമ്പോൾ ആ കുഴിയിലൂടെ, ആ ഒരു ഗ്യാപ്പിലൂടെ, ആ ഒരു ഫിഷേഴ്സിലൂടെ, ആ ഒരു വിള്ളലിലൂടെ എന്ത് ചെയ്യാണ്? വെള്ളം പുറത്തേക്ക് എത്തുകയാണ്. അപ്പൊ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന കിണറുകളാണ് നമ്മൾ ആർട്ടീഷ്യൻ വെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ടർ വിൽ റൈസ് ടു ദി സർഫസ് ഓട്ടോമാറ്റിക്കലി. വെള്ളം നമ്മുടെ സർഫസിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തുകയാണ്. എങ്ങനെ? ഡ്യൂ ടു പ്രഷർ കാരണം, അഥവാ മർദ്ദം കാരണം. എപ്പോ? ഇഫ് വി ഡിഗ് ടു ദിസ് പെർമിയബിൾ റോക്ക് ലെയർ. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ആ സെൻട്രൽ ഭാഗത്തുള്ള പെർമിയബിൾ റോക്ക് ലെയറിലേക്ക് നമ്മൾ മുകളിൽ നിന്ന് ഒരു കുഴി കുഴിക്കുകയാണെങ്കിൽ, ഡ്രിൽ ചെയ്യുകയാണെങ്കിൽ, ആ ഭാഗത്ത് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഗ്യാപ്പിലൂടെ, ആ ഒരു ഹോളിലൂടെ എന്ത് ചെയ്യുന്നു? ഉൾഭാഗത്തുള്ള വെള്ളം നമ്മുടെ സർഫസിലേക്ക് എത്തുന്നു, പ്രഷർ കാരണം എത്തുന്നു എന്നാണ് പറയുന്നത്. സച്ച് വെൽസ് ആർ നോൺ ആസ് ആർട്ടീഷ്യൻ വെൽസ്. ഇങ്ങനെയുള്ള കിണറുകളാണ് എന്ത്? ആർട്ടീഷ്യൻ വെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു പെർമിയബിൾ റോക്ക് ലെയറിലേക്ക് നമ്മൾ പിന്നെ കുഴിക്കുകയാണെങ്കിൽ അതിലൂടെ വെള്ളം ഈ പ്രഷർ കാരണം, സമ്മർദ്ദം കാരണം ഉയർന്ന് എവിടെ എത്തുന്നു? നമ്മുടെ സർഫസിലേക്ക് എത്തുന്നു. ആ ചിത്രത്തിൽ നമുക്ക് വ്യക്തമാണ്. സോ അപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവാം. അതായത് എന്താ സംശയം ഉണ്ടാവുക? ഞാനൊന്നും കൂടി ഇവിടെ വരയ്ക്കാം. ഈ ഒരു നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു ലെയർ എന്ന് പറയുന്നത്, ഈ കാണുന്ന ഈ ഒരു ലെയർ എന്ന് പറയുന്നത് എന്താണ്? അത് ഇംപെർമിയബിൾ റോക്ക് ആണല്ലോ, ഇംപെർമിയബിൾ റോക്ക് ലെയർ അല്ലെ. അതേപോലെ തന്നെ ഈ താഴ്ഭാഗത്തുള്ള ഈ ഒരു ലെയറും ഏതാ? അതും ഇംപെർമിയബിൾ റോക്ക് ലെയർ, അതായത് വെള്ളം കടത്തി വിടാത്ത, വെള്ളം പാസ് ചെയ്ത് പോവാത്ത ലെയറാ. അപ്പൊ അങ്ങനെയാകുമ്പോൾ മുകളിലും താഴെയും അങ്ങനെയുള്ള ഇംപെർമിയബിൾ റോക്ക് ലെയർ ആകുമ്പോൾ പിന്നെ എങ്ങനെയാ ഈ സെൻട്രൽ ഭാഗത്ത് വെള്ളം എത്തുന്നത്? ഇതൊക്കെ വെള്ളമാണല്ലോ. അപ്പൊ ഈ സെൻട്രൽ ഭാഗത്തേക്ക് എങ്ങനെ പിന്നെ വെള്ളം എത്തുക? മുകൾ ഭാഗത്ത് ഇംപെർമിയബിൾ റോക്കാ, വെള്ളം കടത്തി വിടാത്ത റോക്ക് ലെയറാ. താഴ്ഭാഗത്തും അങ്ങനെയുള്ള റോക്ക് ലെയറാ. അപ്പൊ പിന്നെ എങ്ങനെ ഈ ഒരു സെൻട്രൽ ഭാഗത്ത് ഇത്രയും വെള്ളം എത്തുന്നത്? അവിടെ എങ്ങനെ ഒരു പെർമിയബിൾ റോക്ക് വരുന്നത് എന്നൊരു സംശയം ചിലർക്കെങ്കിലും ഉണ്ടാവാം. അങ്ങനെ സംശയിക്കുന്ന കുട്ടികൾക്കുള്ള മറുപടിയാണ് നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാനുള്ളത്. അപ്പൊ ഇത് ക്ലിയർ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ അടുത്ത സെന്റൻസ് നോക്കുകയാണ്. അപ്പോൾ അതിനുള്ള ആൻസർ ആണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? ഇതാ, the availability of water is due to the entry of water at some point to the permeable rock layer. ഇവിടെ എങ്ങനെയാണ് വെള്ളം എത്തുന്നത്? സംശയിച്ചതുപോലെ മുകളിലും താഴെ എന്താണ്? ഇംപെർമിയബിൾ റോക്ക് ലെയർ ആണ്, വെള്ളം കടത്തി വിടാത്ത ശിലാഭാഗങ്ങളാണുള്ളത്. പിന്നെ എങ്ങനെയാണ് സെൻട്രലിലേക്ക് വെള്ളം എത്തുന്നതാണ് ഇവിടെ പറയുന്നത്. ദി അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഈസ്, ഇവിടെ വെള്ളം എങ്ങനെ എത്തുന്നത്? ഈസ് ഡ്യൂ ടു ദി എൻട്രി ഓഫ് വാട്ടർ അറ്റ് സം പോയിന്റ് ടു ദി പെർമിയബിൾ റോക്ക് ലെയർ. അതായത് ഈ പിന്നെ സെൻട്രൽ ഭാഗത്തുള്ള ഈ ഒരു പെർമിയബിൾ റോക്ക് ലെയറിലേക്ക് ഏതോ ഒരു സ്ഥലത്ത് എന്തുണ്ട്? പെർമിയബിലിറ്റി ഉണ്ട്. ഈ ഇംപെർമിയബിൾ റോക്ക് ലെയറിന്റെ ഏതോ ഒരു ഭാഗത്ത് ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവാം, ചെറിയ പെർമിയബിലിറ്റി ഉണ്ടാവാം, എവിടെയെങ്കിലും ചെറിയ പിന്നെ വിള്ളലുകൾ ഉണ്ടാവാം. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ വെള്ളം പ്രവേശിച്ച് ഈ ഒരു ഭാഗത്ത് ഫിൽഡ് ആവുന്നത്. ഓക്കെ, മിക്കവാറും ഭാഗങ്ങളിൽ ഈ ഒരു ഇംപെർമിയബിൾ റോക്ക് ലെയർ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഈ ഒരു ഇംപെർമിയബിൾ റോക്കിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ചെറിയ സുഷിരങ്ങൾ, വിള്ളലുകൾ ഉണ്ടാവാം. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? വെള്ളം പ്രവേശിച്ച് ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് വെള്ളം സാച്ചുറേറ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ വെള്ളം അവിടെ ഫിൽഡ് ആവുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ലാസ്റ്റ് പറഞ്ഞത്. ദി അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു ദി എൻട്രി ഓഫ് വാട്ടർ അറ്റ് സം പോയിന്റ് ടു ദി പെർമിയബിൾ റോക്ക് ലെയർ.
ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്ട്രാ റീഡിങ്ങിൻ്റെ ബോക്സ് ഇവിടെ കാണാൻ പറ്റും. വളരെ പെട്ടെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അത് എക്സാമിനൊന്നും ആവശ്യമില്ല, എങ്കിലും വളരെ പെട്ടെന്നൊന്ന് സ്പീഡിൽ നമ്മൾ വായിക്കുകയാണ്. ദി ടൈപ്പ് ഓഫ് വെൽസ് ഇൻ വിച്ച് വാട്ടർ റൈസസ് ഓട്ടോമാറ്റിക്കലി ഡ്യൂ ടു പ്രഷർ ടു ദി സർഫസ് വാസ് ഫസ്റ്റ് നോട്ടീസ്ഡ് ഇൻ ദി ആർട്ടോയ്സ് പ്രോവിൻസ് ഓഫ് ഫ്രാൻസ്. അതായത് ഫ്രാൻസിലുള്ള ഈ ആർട്ടോയ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വെള്ളം പ്രഷർ കാരണം ഉയർന്ന് നമ്മുടെ സർഫസിലേക്ക് എത്തുന്ന ടൈപ്പിലുള്ള കിണറുകൾ ആദ്യമായിട്ട് പ്രചാരത്തിലായത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെയുള്ള കിണറുകൾ ആദ്യമായിട്ട് പ്രചാരത്തിലാവുന്നത് ഫ്രാൻസിലുള്ള ആർട്ടോയ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ്. സിൻസ് ദെൻ സച്ച് വെൽസ് ഡഗ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് കെയിം ടു ബി നോൺ ആസ് ആർട്ടീഷ്യൻ വെൽസ്. അതുകൊണ്ടാണ് ആ ഒരു കാരണം കൊണ്ടാണ് ഈ ആർട്ടോയ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കിണറുകൾ പിന്നെ കണ്ടു തുടങ്ങിയത് എന്ന കാരണം കൊണ്ടാണ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഈ രൂപത്തിൽ നിർമ്മിക്കുന്ന കിണറുകൾക്ക് ആർട്ടീഷ്യൻ കിണറുകൾ എന്ന പേര് കിട്ടിയത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ആ പറയുന്ന ഫ്രാൻസിലെ ഈ ഒരു ആർട്ടോയ്സ് എന്ന് പറയുന്ന പ്ലേസിലാണ് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കിണറുകൾ കണ്ടത്. അതുകൊണ്ട് ആ ഒരു പേരിൽ ചെറിയൊരു മാറ്റം വരുത്തി ആർട്ടീഷ്യൻ വെൽസ് എന്ന പേരിൽ ഇങ്ങനെയുള്ള കിണറുകൾ ലോകത്തെമ്പാടും അറിയപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് നമുക്ക് കാണാം, സ്പ്രിങ്സ് ആണ്. എന്താ സ്പ്രിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെറിയ അരുവി അല്ലെങ്കിൽ നീരുറവകൾ സ്പ്രിങ്. ഓക്കെ, so you might have noticed small streams found in the hill slopes and courtyards during rainy seasons. നമ്മുടെ പിന്നെ പറമ്പുകളിലും അതേപോലെ ഹിൽ സ്ലോപ്സിൽ, അതായത് കുന്നിൻ ചെരുവുകളിലൊക്കെ ഈ ചെറിയ വെള്ളത്തിൻ്റെ ഉറവകൾ രൂപം കൊള്ളുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ. ഓക്കെ, നമ്മുടെ പറമ്പിലും ഈ മലഞ്ചെരുവുകളിലൊക്കെ കുന്നിൻ ചെരുവിലൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ഉറവകളൊക്കെ ഉണ്ടായി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ. അറ്റ് സം പ്ലേസസ് ദീസ് വിൽ ഹാവ് റെഗുലർ ഫ്ലോ. Okay, at some places these will have a regular flow while it dries up at many instances soon after the end of rainy season. അതായത് ഇങ്ങനെയുള്ള ഉറവകൾ മഴക്കാലത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഉറവകൾ ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, മഴക്കാലം കഴിഞ്ഞാലും സ്ഥിരമായിട്ട് അതങ്ങനെ തുടർന്ന് ഒരു ചെറിയ ഉറവയായിട്ട് അങ്ങനെ തുടർന്ന് വെള്ളം ഒഴുകി പോകും. എന്നാൽ മിക്കവാറും സ്ഥലങ്ങളിൽ എന്താ ചെയ്യാറുള്ളത്, മഴക്കാലം കഴിയുന്നതോടെ അത് വറ്റി പോകുന്നതാണ് നമ്മൾ കാണാറുള്ളത്. So water will be flowing out along the surface wherever water table touches the ground. ശ്രദ്ധിക്കാം, എന്താ പറയുന്നത്, വാട്ടർ വിൽ ബി ഫ്ലോയിങ് ഔട്ട് അലോങ് ദി സർഫസ് വെറെവർ വാട്ടർ ടേബിൾ ടച്ചസ് ദി ഗ്രൗണ്ട്. അതായത് ഈ വാട്ടർ ടേബിൾ നമ്മൾ പഠിച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ നേരത്തെ, വാട്ടർ ടേബിൾ ജലപീഠം. ഈ വാട്ടർ ടേബിൾ നമ്മുടെ ഭൗമോപരിതലത്തെ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളിൽ, അതായത് വാട്ടർ ടേബിൾ റൈസ് ചെയ്ത് നമ്മുടെ എർത്തിന്റെ സർഫസിന്റെ ലെവലിലേക്ക് എത്തുന്ന സ്ഥലങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജലം എന്ത് ചെയ്യും, വെള്ളം എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും വെള്ളം ഭൂമിക്കുള്ളിൽ നിന്ന് ഭൂമിന്റെ പുറത്തെത്തി സർഫസിലേക്ക് എത്തി എന്ത് ചെയ്യും, ഒഴുകാൻ തുടങ്ങും. ഓക്കെ, വാട്ടർ വിൽ ബി ഫ്ലോയിങ് ഔട്ട് അലോങ് ദി സർഫസ്. വെള്ളം ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെത്തി നമ്മുടെ സർഫസിലൂടെ ഒഴുകും. എവിടെ, അലോങ് ദി സർഫസ് വെറെവർ വാട്ടർ ടേബിൾ ടച്ചസ് ദി ഗ്രൗണ്ട്. ഈ വാട്ടർ ടേബിൾ നമ്മൾ പറഞ്ഞിട്ടുള്ള നേരത്തെ പഠിച്ച കാര്യമാണ്, റെയിനി സീസണിൽ വാട്ടർ ടേബിൾ എന്ത് ചെയ്യും, റൈസ് ചെയ്യും. അതേപോലെ പിന്നെ സമ്മർ സീസണിൽ ഈ വാട്ടർ ടേബിൾ താഴോട്ട് പോകും എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെയിനി സീസണിൽ ഈ വാട്ടർ ടേബിൾ റൈസ് ചെയ്ത് എവിടെ എത്താണ്, നമ്മളെ ഗ്രൗണ്ട് ലെവൽ എത്തുമ്പോൾ, നമ്മുടെ സർഫസ് ലെവൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സർഫസിലേക്ക് ഭൂമിക്ക് പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു പിന്നെ വെള്ളം അരുവികളായിട്ട് നീരുറവകളായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നു. ആ ഒരു പോയിന്റാണ് ഇവിടെ പറഞ്ഞത്, വാട്ടർ വിൽ ബി ഫ്ലോയിങ് ഔട്ട് അലോങ് ദി സർഫസ്. സർഫസിലൂടെ വെള്ളം ഒഴുകും. എങ്ങനെയുള്ള സ്ഥലത്ത്, wherever water table touches the surface or touches the ground. Okay, this is known as spring. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ സ്പ്രിംഗ് എന്ന് വിളിക്കുന്നത്, നീരുറവ എന്ന് വിളിക്കുന്നത് അതിനെയാണ്. At some places such water flows are characterized with hot water. These are known as hot springs. ചില സ്ഥലങ്ങളിൽ, ഓക്കെ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്പ്രിങ്സ് ഉണ്ടല്ലോ, ചില സ്ഥലങ്ങളിൽ ഈ സ്പ്രിങ്സിന്റെ പ്രത്യേകത എന്താ, അറ്റ് സം പ്ലേസസ് സച്ച് വാട്ടർ ഫ്ലോസ് ആർ ക്യാരക്ടറൈസ്ഡ് വിത്ത് ഹോട്ട് വാട്ടർ. അതായത് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിന് ചൂടുണ്ടായിരിക്കും, ചൂടുള്ള വെള്ളമായിരിക്കും ഒഴുകുക. അങ്ങനെയുള്ള ചൂട് വെള്ളം കിട്ടുന്ന നീരുറവകളെ നമ്മൾ എന്ത് വിളിക്കുന്നു, ചൂട് നീരുറവ എന്ന് വിളിക്കുന്നു, ഹോട്ട് സ്പ്രിങ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ആ ഹോട്ട് സ്പ്രിങ്സുമായി ബന്ധപ്പെട്ട ഒരു ബോക്സ്, ഒരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് നമ്മൾ മുൻ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിലോ അതിന് മുന്നത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അത് ശരിക്കും ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന
സംഗതിയാണ്. ഹിമാലയൻ വാലീസിൻ്റെ അല്ലെ, ഹിമാലയൻ വാലീസിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഹോട്ട് സ്പ്രിങ്സ് എന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് പോട്ടെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം ആയതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി, അത്രയേ ഉള്ളൂ. എനിവേ, അപ്പോൾ സ്പ്രിങ്സ് നമ്മൾ നോക്കി, ഹോട്ട് സ്പ്രിങ്സ് നോക്കി. ഇനി ഗീസേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം കാണാം. അതും കൂടി പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ എന്താണ് ഗീസറുകൾ? ശ്രദ്ധിക്കാം, ഗീസേഴ്സ്, ഗീസറുകൾ. അപ്പൊ എന്താ ഈ ഗീസറുകൾ? ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവാം, നേരത്തെ കേട്ടവരുണ്ടാവാം. The phenomenon of severe ejection of water from within the earth at regular intervals is known as geysers. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു 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 ടേമാണ് ഗീസർ, അതേപോലെ അതിനുള്ള എക്സാമ്പിളൊക്കെ. അപ്പൊ എന്താ ശരിക്കും മനസ്സിലാക്കുക? ദ ഫെനോമിനൻ ഓഫ് സിവിയർ ഇജെക്ഷൻ ഓഫ് വാട്ടർ ഫ്രം വിത്തിൻ ദി എർത്ത് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഈസ് നോൺ ആസ് ഗീസേഴ്സ്. അതായത് നമ്മുടെ ഭൂമിക്കുള്ളിൽ നിന്ന് റെഗുലർ ഇന്റർവെൽസിൽ, അത് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ഒക്കെ ശക്തമായിട്ട് അങ്ങോട്ട് നമ്മുടെ പുറത്തേക്ക് പ്രവഹിക്കുന്ന ഒരു ഫെനോമിനൻ, ഒരു പ്രതിഭാസമാണ് ഗീസർ എന്ന് പറയുന്നത്. ഓക്കെ, ദി ഫെനോമിനൻ ഓഫ് സിവിയർ ഇജെക്ഷൻ ഓഫ് വാട്ടർ, അതായത് ശക്തമായിട്ട് വെള്ളം ചീറ്റുക. എവിടേക്ക്, അല്ലെങ്കിൽ എവിടുന്ന്? ഫ്രം വിത്തിൻ ദി എർത്ത്, ഭൂമിക്കുള്ളിൽ നിന്ന്, അറ്റ് റെഗുലർ ഇന്റർവെൽസ്, അതായത് ഒരു നിശ്ചിത ഇടവേളകളിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഓസ് അടിക്കുന്നത് പോലെ, ഓസിൽ വെള്ളം നെക്കി പിടിക്കുന്നത് പോലെ ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഇങ്ങനെ ചീറ്റുക. ഓക്കെ, വെള്ളവും നീരാവിയും ഒക്കെ ഇങ്ങനെ ചീറ്റുക. അതിനെ നമ്മൾ വിളിക്കുന്ന ഈ ഒരു ഫെനോമിനൻ, ഈ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണെന്തോ? ഗീസേഴ്സ്, ഗീസറുകൾ. അതിനുള്ളൊരു എക്സാമ്പിൾ ആണ്, നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ അതിന്റെ കറക്റ്റ് വീഡിയോ നമുക്ക് കാണാൻ പറ്റും. എക്സാമ്പിളിന്റെ ദി ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ. എക്സാമ്പിൾ ഏതാണ്? ദി ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ ഓഫ് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് ഇൻ USA. അമേരിക്കയിലെ USA യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലുള്ള ദി ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ ആണ് എക്സാമ്പിൾ. ഓക്കെ, ഗീസറിന്റെ പേരെന്താണ്? ദി ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ. അത് എവിടെയുള്ളത്? അറ്റ് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. അത് ഏത് രാജ്യത്താ? ഇൻ USA, അമേരിക്കയിലാണ്. പാർക്കിന്റെ പേര് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. ഗീസറിന്റെ പേര് ദി ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ. ഓക്കെ, അപ്പോൾ ഗീസർ എന്താണെന്നുള്ളത് ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. എക്സാമ്പിൾ അതേപോലെ ഇവിടെ നമ്മൾ പറയുകയും ചെയ്തു. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അതിന്റെ ചിത്രങ്ങൾ കാണാൻ പറ്റും. ദ ഹോട്ട് സ്പ്രിങ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹോട്ട് സ്പ്രിങ്സിന്റെ ഒരു ചിത്രമാണ്. ചൂട് നീരുറവയാണ്, ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, മണികരൻ, ഹിമാചൽ പ്രദേശിലെ മണികരൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹോട്ട് സ്പ്രിങ്ങിന്റെ ചിത്രമാണ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗീസറിന്റെ ചിത്രമാണ്. യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, അവിടെ നിന്ന് എടുത്തൊരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കാണാൻ പറ്റും ആളുകളുടെ വലിപ്പവും ഈ ഒരു ഗീസർ പുറത്തേക്ക് വെള്ളം ചീറ്റുന്നതിന്റെ ഒരു ഹൈറ്റും നമുക്ക് കാണാം. എത്രത്തോളം ഹൈറ്റിലാണ് അപ്പോൾ ആ വെള്ളം ചീറ്റുന്നത് എന്ന് നമുക്ക് ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നിന്ന് മാത്രം മനസ്സിലാവും. അതിന്റെ കൂടുതൽ വീഡിയോസ് നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. സെർച്ച് ചെയ്താൽ ഗീസർ എന്നും ഹോട്ട് സ്പ്രിങ്സ് എന്നൊക്കെ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഒരുപാട് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്, കാണാൻ പറ്റും. ഓക്കെ, the water that seeps through the fissures on the earth comes in contact with the magma and leads to the formation of hot springs and geysers. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, ഈ ഒരു ഹോട്ട് സ്പ്രിങ്സും ഗീസേഴ്സും ഒക്കെ, ഈ ഗീസറും എന്താണ്, നല്ല ചൂട് വെള്ളമായിരിക്കും പുറത്തേക്ക് ചീറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗീസറിലും അതേപോലെ തന്നെ ഈ ഹോട്ട് സ്പ്രിങ്സിലൊക്കെ ഈ ഒരു ചൂട് വെള്ളം ഉണ്ടാവാനുള്ള കാരണം എന്താ? നമ്മൾ കിണർ കുഴിക്കുമ്പോൾ, കുഴൽ കിണർ കുഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഭൂമിക്കുള്ളിൽ നിന്ന് ചെറിയ മഴക്കാലങ്ങളിലൊക്കെ ഉണ്ടാവുന്ന നീരുറവകളിലൊക്കെ സാധാരണഗതിയിൽ നമുക്ക് സാധാരണ തണുത്ത വെള്ളമാണ് ഉണ്ടാവാറുള്ളത്, അല്ലെങ്കിൽ ചൂടില്ലാത്ത നോർമൽ പ്ലെയിൻ വാട്ടറാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ പിന്നെ ഇങ്ങനെ ഈ ഒരു ഹോട്ട് സ്പ്രിങ്സും ഗീസേഴ്സും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഈ ഒരു ചൂടുവെള്ളം എങ്ങനെയാണ് പുറത്തേക്ക് എത്തുന്നത് എന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഒരു ആൻസർ ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ദി വാട്ടർ ദാറ്റ് സീപ്സ് ത്രൂ ദി ഫിഷേഴ്സ് ഓൺ ദി എർത്ത് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി മാഗ്മ ആൻഡ് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് ഹോട്ട് സ്പ്രിങ്സ് ആൻഡ് ഗീസേഴ്സ്. അതായത് നമ്മുടെ ഭൂമിക്കുള്ളിലുള്ള ചെറിയ ഫിഷേഴ്സ്, ചെറിയ ചെറിയ വിടവുകൾ അല്ലേ, പിന്നെ വിടവുകളിലൂടെ, ഫിഷേഴ്സിലൂടെ പിന്നെ താഴോട്ടിറങ്ങുന്ന വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? ചില സ്ഥലങ്ങളിൽ ഭൂമിക്കടിയിലുള്ള മാഗ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ പുറത്തെത്തുമ്പോൾ നമ്മൾ അതിനെ ലാവ എന്ന് വിളിക്കും. അപ്പോൾ ഭൂമിക്കുള്ളിലാണ് ഇതിന്റെ പേര് മാഗ്മ.
ഓക്കെ. അപ്പൊ ഈ ഒരു മാഗ്മയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്, സമ്പർക്കത്തിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് എന്തുണ്ടാവുക, ഈ ഒരു പിന്നെ ചൂട് നീരുറവയും ഗീസറുകളൊക്കെ, ഹോട്ട് സ്പ്രിങ്സും അതേപോലെ ഗീസറുകളൊക്കെ ഫോം ചെയ്യപ്പെടുന്നത്. ഓക്കെ. ദി വാട്ടർ ദാറ്റ് സീപ്സ് ത്രൂ ദി ഫിഷേഴ്സ് ഓൺ ദി എർത്ത് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി മാഗ്മ. അതായത് ഭൂമിക്കിടയിലുള്ള ചെറിയ ചെറിയ വിള്ളലുകളിലൂടെ താഴോട്ടിറങ്ങുന്ന വെള്ളം ചില സ്ഥലങ്ങളിൽ വെച്ച് എന്ത് ചെയ്യുന്നു, കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് മാഗ്മ. മാഗ്മയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. മാഗ്മയുമായി അല്ലെങ്കിൽ മാഗ്മയിലെ ആ ഒരു മാഗ്മ ഉള്ള ആ ഒരു ഭാഗത്തേക്കോ അല്ലെങ്കിൽ മാഗ്മയിലെ നീരാവി പുറത്തേക്ക് വരുന്ന ആ ഒരു ഭാഗത്തേക്കൊക്കെ ഒരു കോണ്ടാക്റ്റിൽ വരുന്നു ഇങ്ങനെയുള്ള വെള്ളം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദാറ്റ് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് ഹോട്ട് സ്പ്രിങ്സ് ആൻഡ് ഗീസേഴ്സ്. നമുക്കറിയാലോ, മാഗ്മ എന്ന് പറയുന്നത് തിളച്ചു മറിഞ്ഞ് അത്രത്തോളം ചൂടായി നിൽക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ അതിന് നേരെ ഈ ഒരു വെള്ളം കോണ്ടാക്റ്റിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വെള്ളം എന്താവും, ചൂടാവും. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും അനിമേഷൻ വീഡിയോസ് ഒക്കെ ഈ ഒരു ഗീസേഴ്സിൻ്റെയും ഹോട്ട് സ്പ്രിങ്സിൻ്റെയും ഒക്കെ ഈ ഒരു മാഗ്മ കോണ്ടാക്റ്റിൽ വരുമ്പോൾ എങ്ങനെയാണ് അത് ചൂടാവുന്നത് എന്നൊക്കെ കാണിക്കുന്ന അനിമേഷൻ വീഡിയോസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതും നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കൂടുതൽ അറിയാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ. അപ്പോൾ ഗീസറുകളും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ തൽക്കാലം കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വെറ്റ് ലാൻഡ്സ് എന്ന് പറയുന്ന, തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങുക. എനിവേ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു.